ഏവരുടെയും ഹൃദയത്തിലെ നോവായി വിടരും മുമ്പേ കൊഴിഞ്ഞുപോയ ഒരു പുഷ്പമായിരുന്നു ബാലഭാസ്കർ. ലോകം കീഴടക്കാൻ അവൻ്റെ കരുവിരുതിൻ്റെ മാസ്മരികതയറിയാൻ ദൈവം നമ്മെ അനുഗ്രഹിച്ചില്ലെന്നു വേണം പറയാൻ. ബാലഭാസ്കറിൻ്റെ മരണവും അതിൻ്റെ അന്വേഷണവും ഇപ്പോഴും ദുരൂഹമായി തുടരുന്നു. ഇപ്പോഴിതാ CBIയുടെ റിപ്പോർട്ടിലെ ചില പരാമർശങ്ങളാണ് ചർച്ചയാകുന്നത്. ഡ്രൈവർ അർജുൻ്റെ ക്രിമിനൽ പശ്ചാത്തലത്തെക്കുറിച്ച് വയലിനിസ്റ്റ് ബാലഭാസ്കറിനും ഭാര്യ ലക്ഷ്മിക്കും അറിയാമായിരുന്നുവെന്ന് CBI അന്വേഷണത്തിൽ കണ്ടെത്തി. അർജുനെ ഡ്രൈവറായി നിയമിക്കുന്നതിന് തുടക്കത്തിൽ ലക്ഷ്മി എതിർത്തിരുന്നെന്നും CBI അന്വേഷണ റിപ്പോർട്ടിനെ ഉദ്ധരിച്ച് പറയുന്നു. സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട് അർജുൻ അറസ്റ്റിലായതോടെ ബാലഭാസ്കറിൻ്റെ മരണത്തിൽ സ്വർണ്ണ റാക്കറ്റുമായി ബന്ധമുണ്ടെന്ന ചർച്ചകൾ ഉയർന്നതിനിടെയാണ് CBI റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പുറത്തുവരുന്നത്. കോടതിയിൽ ഈ റിപ്പോർട്ട് സമർപ്പിച്ചെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസം ബാലഭാസ്കറിൻ്റെ ബന്ധുവായ പ്രിയ വേണുഗോപാൽ CBI റിപ്പോർട്ട് കോടതിയിലാണെന്ന് വെളിപ്പെടുത്തിയിരുന്നു. എൻ്റെ ഭർത്താവ് അർജുനെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് ഡ്രൈവറായി ജോലി നൽകാനാണ്. ചെർപ്പുളശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത ATM മോഷണക്കേസിൽ അർജുൻ പങ്കുണ്ടെന്ന് അപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അതിനാൽ ഞാൻ അർജുൻ്റെ നിയമനത്തെ എതിർത്തു. എന്നാൽ സ്വയം തിരുത്താനുള്ള ശ്രമത്തിലാണ് അർജുൻ എന്നും നല്ല വ്യക്തിയാണെന്നും പറഞ്ഞ് ബാലു എൻ്റെ അഭ്യർത്ഥന നിരസിച്ചു. CBIക്ക് നൽകിയ മൊഴിയിൽ ലക്ഷ്മി പറഞ്ഞു. അപകട സമയത്ത് താനാണ് കാർ ഓടിച്ചിരുന്നതെന്ന് അർജുൻ ആദ്യം സമ്മതിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഇത് തിരുത്തി. ബാലുവാണ് കാർ ഓടിച്ചത് എന്നാണ് അർജുൻ പറഞ്ഞത്. ഇത് ശരിയല്ല. ബാലുവാണ് ഡ്രൈവ് ചെയ്തതെന്നും അപകടത്തിൽ പരിക്കേറ്റ തനിക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ട് അർജുൻ തൃശ്ശൂരിലെ മോട്ടോർ ആക്സിഡൻറ്റ് ക്ലെയിം ട്രൈബ്യൂണൽ ഹർജി നൽകിയെന്നാണ് അറിഞ്ഞത്. ലക്ഷ്മിയുടെ മൊഴിയിൽ പറയുന്നുവെന്നാണ് വാർത്ത. ബാലുവിൻ്റെ മരണത്തിൽ ഇതുവരെ ഭാര്യ ലക്ഷ്മി പരസ്യ പ്രതികരണങ്ങൾ നടത്തിയിട്ടില്ല. ബാലഭാസ്കറുടെ വാഹനം അപകടത്തിൽപ്പെട്ടപ്പോൾ കാർ ഓടിച്ചിരുന്ന അർജുൻ K. നാരായണനെ പെരിന്തൽമണ്ണ സ്വർണ്ണക്കവർച്ച കേസിൽ കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റ് ചെയ്തത്. ഇതിനു പിന്നാലെ ബാലഭാസ്കറിൻ്റെ മരണത്തിൽ സ്വർണ്ണക്കടത്ത് റാക്കറ്റിന് ബന്ധമുണ്ടെന്ന ആക്ഷേപം ചർച്ചയായി. പ്രിയ വേണുഗോപാലാണ് ഈ വിവരം പുറത്തുവിട്ടത്. ബാലഭാസ്കറിൻ്റെ അച്ഛൻ KC ഉണ്ണിയും ഈ ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നാൽ ബാലഭാസ്കറിൻ്റെ മരണത്തിൽ സ്വർണ്ണക്കടത്ത് സംഘത്തിനോ മറ്റാർക്കെങ്കിലും ബന്ധമുള്ളതായി കണ്ടെത്താനായില്ലെന്നാണ് CBI കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയത്. ശാസ്ത്രീയ തെളിവുകൾ തള്ളിയിട്ടും പരസ്പര വിരുദ്ധമായ മൊഴികൾ തുടർച്ചയായി പറഞ്ഞ അർജുൻ്റെ ഉദ്ദേശം അന്വേഷണ ഉദ്യോഗസ്ഥർ പരിഗണിക്കേണ്ടതായിരുന്നുവെന്ന് ബാലഭാസ്കറിൻ്റെ കുടുംബം പറയുന്നു. ബാലുവിൻ്റെ മരണത്തിൽ ഹൈക്കോടതി 20 സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതുമായാണ് തുടരന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഈ സംശയങ്ങൾ CBI അന്വേഷിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടിൻ്റെ പൂർണ്ണരൂപം ഇനിയും പുറത്തു വന്നിട്ടില്ല. ഈ സംശയങ്ങളിൽ വ്യക്തമായ തെളിവൊന്നും CBIക്ക് കിട്ടിയില്ലെന്നാണ് സൂചന. വയലിനിസ്റ്റ് ബാലഭാസ്കറിൻ്റേത് കൊലപാതകമാണെന്ന് ആവർത്തിച്ച് പിതാവ് ഉണ്ണി കഴിഞ്ഞ ദിവസം രംഗത്തു വന്നിരുന്നു. മകൻ്റെ മരണത്തിൽ തൃപ്തികരമായ അന്വേഷണം നടന്നിട്ടില്ലെന്നും പിതാവ് പറഞ്ഞു. പെരിന്തൽമണ്ണയിൽ വ്യാപാരിയെ ആക്രമിച്ച് സ്വർണം കവർന്ന കേസിൽ കഴിഞ്ഞ ദിവസം പിടിയിലായവരിൽ ബാലഭാസ്കറിൻ്റെ ഡ്രൈവറും ഉൾപ്പെട്ടിരുന്നു. സ്വർണ്ണ കവർച്ച കേസിൽ മറ്റു പ്രതികൾക്കൊപ്പം ചെർപ്പുളശ്ശേരി മുതൽ വാഹനം ഓടിച്ചത് തൃശ്ശൂർ സ്വദേശിയായ അർജുനായിരുന്നു. ബാലഭാസ്കറിൻ്റെ ഡ്രൈവറായിരുന്ന അർജുൻ മുൻപും പല കേസുകളിലെ പ്രതിയായിരുന്നു. അപകടത്തിനു ശേഷമാണ് ഈ കേസുകളെക്കുറിച്ച് അറിയുന്നത്. അർജുൻ്റെ അറസ്റ്റോടെ കൊലപാതകമെന്ന സംശയം ബലപ്പെടുകയാണെന്നും ഉണ്ണി പറഞ്ഞു. CBIയും സ്വാധീനങ്ങൾക്കു വഴങ്ങിയാണ് അന്വേഷണം അവസാനിപ്പിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു. അർജുന് പിന്നിൽ വലിയൊരു മാഫിയ ഉണ്ടെന്നാണ് ഉണ്ണിയുടെ സംശയം. പെരിന്തൽമണ്ണയിലെ അറസ്റ്റ് അതിന് കൂടുതൽ ബലവും നൽകുന്നു. ഈ മാസം 21-നാണ് പെരിന്തൽമണ്ണയിൽ കവർച്ച നടന്നത്. കേസിൽ 15 പേർ പിടിയിലായിട്ടുണ്ട്. ഈ സംഘത്തിലെ അംഗമാണ് അർജുനും. കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് 2018 സെപ്റ്റംബർ 25-നുണ്ടായ ബാലഭാസ്കറിൻ്റെ അപകട സമയത്ത് വാഹനം ഓടിച്ചിരുന്നത് അർജുൻ ആയിരുന്നുവെന്ന് കണ്ടെത്തിയത്. അന്ന് പോലീസും ക്രൈംബ്രാഞ്ചും CBIയും അർജുനെ ചോദ്യം ചെയ്തിരുന്നു. അർജുൻ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന ആരോപണവും അന്ന് ശക്തമായിരുന്നു. ബാലഭാസ്കറിൻ്റേത് അപകടമരണമല്ലെന്നും സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് ഇതിൽ പങ്കുണ്ടെന്നുമായിരുന്നു ആരോപണം. അപകടത്തിന് തൊട്ടുമുമ്പ് ബാലഭാസ്കറിൻ്റെ കാർ ആക്രമിക്കുന്നത് കണ്ടതായി കലാഭവൻ സോബിയും മൊഴി നൽകിയിരുന്നു. അപകടമരണത്തിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണം ഉയർന്നതോടെ ആദ്യം ക്രൈംബ്രാഞ്ചും പിന്നീട് CBIയും സംഭവത്തിൽ അന്വേഷണം നടത്തി. അപകടത്തിൽ ദുരൂഹതയില്ലെന്നും അമിത വേഗമാണ് അപകടത്തിന് കാരണമായതെന്നുമായിരുന്നു ക്രൈംബ്രാഞ്ചിൻ്റെ കണ്ടെത്തൽ. പിന്നീട് കേസ് അന്വേഷിച്ച CBIയും അപകടമരണത്തിൽ അസ്വാഭാവികതയൊന്നുമില്ലെന്നാണ് കണ്ടെത്തിയത്. CBI റിപ്പോർട്ട് കോടതിയും അംഗീകരിച്ചു. എന്നാൽ കേസിൽ തങ്ങൾ ഉന്നയിച്ച പല ആക്ഷേപങ്ങളും അന്വേഷിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി ബാലഭാസ്കറിൻ്റെ അച്ഛൻ പിതാവ് ഹൈക്കോടതിയെ സമീപിച്ചു. തുടർന്ന് ബാലഭാസ്കറിൻ്റെ മരണത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന് അതിൽ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി തുടരന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. എന്നാൽ ഈ സംശയങ്ങൾക്കെല്ലാം ഉത്തരമായി ശാസ്ത്രീയമായി തന്നെ അർജുനാണ് വണ്ടി ഓടിച്ചതെന്ന് തെളിയുകയും ചെയ്തു. ബാലഭാസ്കറിൻ്റെ മരണത്തിൽ CBI നൽകേണ്ട ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇനിയും ബാക്കിയാണ്.